പിൻവാങ്ങണം. ഡോക്ടർ വിനയ് ഗോയൽ ഡയറക്ടർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറയുന്നു, ഈ സമരത്തിൽ നിങ്ങൾ പിൻവാങ്ങണം. അതാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം. ഈ സമരം മതിയാക്കി പോകണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നടപ്പിലാക്കി സർക്കാരിന് സമയം കൊടുക്കണം. അത് എത്ര നാൾ ഞങ്ങൾ ചോദിച്ചു. കഴിഞ്ഞ ദിവസം വന്ന ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയും ചർച്ച ചെയ്തിരുന്നു. ഇൻസെന്റീവിൽ ചില കൃത്രിമങ്ങൾ നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓണറേറിയത്തിന് ബാധകമാക്കുന്ന ഒരു വിചിത്രമായൊരു ഉത്തരവ്, അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച ചെയ്തത്. നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ല, സമയം കൊടുക്കണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവർ ഇത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തുടരും. അവരത് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമ്മളത് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അതിനകത്തുള്ള അതിനകത്ത് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ തീർക്കുവാനായി നോക്കുമ്പോൾ അത് നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അത് NHMന് യാതൊരു കൺഫ്യൂഷനില്ലെന്ന് അവർ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാരണവശാൽ 21,000 രൂപ ഓണറേറിയം, ഒരു ദിവസം 700 രൂപ, 232 രൂപയ്ക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ കാര്യം ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറല്ല. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഞങ്ങൾ ഹരിയാനയിലെയും ബംഗാളിലെ ഓർഡർ ഡോക്ടർ വിനയ് ഗോയലിന് നേരിട്ട് കാണിച്ചു. അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഓർഡറുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. വിരമിക്കൽ പ്രായം 62 വയസ്സിൽ പിരിച്ചുവിടാൻ സംസ്ഥാനത്തിന് ഉത്തരവുണ്ട്. അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നത് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണെന്നാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവ് കാണിക്കുമ്പോഴും അത്തരം രേഖകൾക്കൊന്നും യാതൊരു മറുപടിയില്ല.